ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കരിയത്തുംപാറയിലോട്ടാണ്. കരിയത്തുംപാറ ഇപ്പം ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. കോഴിക്കോട് ജില്ലയിൽ തന്നെ വരുന്ന ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് കരിയത്തുംപാറ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂറാണ് നമുക്ക് കരിയത്തുംപാറയിലോട്ട് എടുക്കുക. കക്കയം റൂട്ടിലാണ് കരിയത്തുംപാറ വരുന്നത്. ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ലൊക്കേഷനിലെത്താം. ഗൂഗിൾ മാപ്പിലെ ലൊക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ലിങ്കിൽ കൊടുക്കുന്നുണ്ട്. പോകുന്ന വഴിക്ക് കുറേ സ്ഥലത്തൊക്കെ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. റോഡൊക്കെ അത്യാവശ്യം നല്ല റോഡ് തന്നെയാണ്. അങ്ങനെ നമ്മൾ കരിയത്തുംപാറ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ചു. ഇവിടെ 30 രൂപയാണ് പാർക്കിംഗ് ഫീസ് കാറിന്. അങ്ങനെ നമ്മൾ കരിയത്തുംപാറയിലോട്ട് 100 മീറ്റേഴ്സ് നടക്കാനുണ്ട്. 30 റുപ്പീസായിരുന്നു എൻട്രി ടിക്കറ്റ് എഡൽസിന്. അപ്പോൾ നമ്മൾ 6 ടിക്കറ്റ് എടുത്ത് കയറി. കരിയത്തുംപാറ ഇപ്പോൾ പൊതുവേ കുറച്ച് തിരക്കാണ്. നമ്മൾ വീക്കെൻഡ്സ് അല്ല ഇപ്പോൾ വന്നത്, പക്ഷേ വീക്കെൻഡ് അല്ലെങ്കിലും കൂടിയും ഇപ്പം നല്ല തിരക്കുണ്ട്. കാരണം സ്കൂൾ ടൂറും പിന്നെ മറ്റ് ഫങ്ഷൻസിനൊക്കെ ആയിട്ട് ഇവിടെ ആൾക്കാർ ഇപ്പോൾ കുറേ നിറയെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കരിയത്തുംപാറ ഒരു അടിപൊളി സ്ഥലം തന്നെയാണ്. ഇവിടുത്തെ വ്യൂ ഒക്കെ തന്നെ ഒരു രക്ഷയില്ല. പക്ഷേ ഇവിടെ ആകെയുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ടൂറിസ്റ്റുകൾക്ക് വന്നാൽ ചെയ്യാനധികം ആക്ടിവിറ്റീസ് ഒന്നുമില്ല. പിന്നെ ഇവിടെ കുറേ വേസ്റ്റ് ബാസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും ഇവിടെയൊന്നും ഇങ്ങനെ വേസ്റ്റ് കാണില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ചും കൂടി ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനു പുറമേ ഇവിടെ ഹോഴ്സ് റൈഡിങ് പിന്നെ ബോട്ടിങ് അങ്ങനെ പല ആക്ടിവിറ്റീസും ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും ഗവൺമെൻറ് നല്ലൊരു ഇൻകമാണ് കിട്ടുക. ഇവിടുത്തെ ഈ ലേക്കൊക്കെ കടന്നുകൊണ്ട് ഒരു നല്ലൊരു സിപ്പ് ലൈനൊക്കെ പോവുകയാണെങ്കിൽ ശരിക്കും നല്ലൊരു അട്രാക്ഷൻ തന്നെയായിരിക്കും. ഞാനിതിന് മുന്നേ ഒരു പ്രാവശ്യം കരിയത്തുംപാറ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി വെൽ മെയിൻറ്റെയിൻഡ് ആയിരുന്നു കരിയത്തുംപാറ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ ടൂറിസ്റ്റുകൾ അധികം ഇവിടെ വരുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ സ്ഥലങ്ങൾ കുറച്ചും കൂടിയും അതിനുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ ഇവിടുത്തെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഈ വ്യൂ എൻജോയ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ വേണമെങ്കിൽ സ്വിമ്മിങ് ഒക്കെ ചെയ്യാം, കാരണം അധികം ഡെപ്തൊന്നുമില്ല. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഡെപ്ത് ഉണ്ട്, അപ്പോൾ നിങ്ങളത് അന്വേഷിച്ചിട്ട് വേണം ഇറങ്ങാൻ. എന്നാലും ഇവിടെ ഇനിയും കുറേ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട് ഈ സ്ഥലത്ത്. അപ്പം ഇനിയും ആക്ടിവിറ്റീസ് വരണം, ഇനിയും ടൂറിസ്റ്റുകൾ വരണം. എന്നിട്ട് കരിയത്തുംപാറ കേരളത്തിൽ തന്നെ ഒരു മേജർ അട്രാക്ഷനായിട്ട് മാറണം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുവരെ കരിയത്തുംപാറ വന്നിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. അപ്പോൾ എന്നത്തെയും പോലെ ഒരു ടൈം ലാപ്സോടെ നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതൊരു വളരെ ചെറിയ വ്ളോഗാണ്. ഇനിയും നല്ല നല്ല വ്ളോഗുകൾ വരാനുണ്ട്. അപ്പം ഇനിയും നല്ല നല്ല വ്ളോഗുകൾക്കായി ടു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.